കുറച്ച് അതിഥികൾ ചേരുന്നുണ്ട്. നമ്മുടെ സാഹിത്യോത്സവ വിധിനിർണ്ണയിക്കാൻ എത്തിയ പ്രിയപ്പെട്ട ജഡ്ജിമാർ നമ്മളോടൊപ്പം സംസാരിക്കുന്നതാണ്. ആദ്യം മാഷിലേക്ക് അടക്കാമെന്ന്. തുടർച്ചയായി 12 വർഷമായി കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും. ഇത്തവണത്തെ മാറ്റങ്ങൾ എങ്ങനെ കാണുന്നു? ഇത്തവണ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പരിപാടികളും മത്സരവും സംഘാടനവും എല്ലാം മികവ് പുലർത്തി മുന്നോട്ട് വരുന്നു. മത്സരത്തിൽ നല്ല നിലവാരം പുലർത്തി ഈ മത്സരം. എന്താണ് പുതിയ തലമുറയോട് സാറിനുള്ള നിർദ്ദേശങ്ങൾ പറയാനുള്ളത്? ഇങ്ങനെയുള്ള മത്സരങ്ങൾ എല്ലാ മത്സരങ്ങളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ മയക്കുമരുന്നിന് ഇതൊക്കെ എതിരായി യുവാക്കൾ നീങ്ങുന്നതിന് നമ്മുടെ SSF നടത്തുന്ന ഈ സാഹിത്യോത്സവം ഒരു പരിധിവരെ അതിനൊരു തടയിടയാണ്. നമ്മളെ യുവാക്കൾ ഇതിലേക്ക് കൊണ്ടുവരും. തീർച്ചയായും സന്തോഷം. നമ്മളോടൊപ്പം തസ്ലീം കണ്ണൂർ ചേരുന്നു. സന്തോഷങ്ങൾ സാർ. ഞാൻ ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ ഇതേ സാഹിത്യോത്സവത്തിന് വിധികർത്താവായിരുന്നത്. അതും എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ഗുരുനാഥന്മാരുടെ കൂടെ ആയതുകൊണ്ട് വളരെയധികം സന്തോഷം. പുറത്ത് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്താണ് നാട്ടിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും എന്ത് തന്നെ ആയാലും ഇവിടെ വന്നാലും വളരെ സന്തോഷം. ഇത്രയും മോശപ്പെട്ട കാലാവസ്ഥയിലും നന്നായിട്ട് ഈ പരിപാടി നടത്തുന്നുണ്ടല്ലോ. അത് വളരെ ഇത്രയും മോശമായ കാലാവസ്ഥയായിട്ടും ഈ സംഘാടകർ കാണിച്ച് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. എന്ത് തന്നെയായിരിക്കും ഞാൻ എന്തായാലും സംഘാടകർക്ക് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ സാഹിത്യോത്സവം നല്ല മത്സരങ്ങൾ, നല്ല കുട്ടികളെയും വാർത്തെടുക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. എല്ലാവിധ ആശംസകളും. ഇതും തുടർന്ന് വരും വർഷങ്ങളിൽ ഇതിലും നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തതായി അനീസ് പാപ്പനശ്ശേരി. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി സാഹിത്യോത്സവത്തിന്റെ വിധി നിർണയത്തിന് വരുന്നുണ്ട്. നേരത്തെ ബഷീർ മാഷ് പറഞ്ഞ പോലെ ഓരോ വർഷവും നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ പലസ്തീന്റെ വ്യതകള്, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അകത്തുള്ളവര് മാത്രമല്ല വരാന്തയാണ് ഇപ്രാവശ്യത്തെ പ്രമേയം തന്നെ. ആ രീതിയിൽ നല്ല നിലവാരമുള്ള അതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് കാഴ്ചവെക്കുന്നത്. പല ആയുധമാകുന്നുണ്ടല്ലേ, ഇത് ചർച്ചയാകുന്നു. മെഡിക്കൽ കോളേജും ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളും വികസനം ഇല്ലായ്മ ചർച്ചയാകുന്നു. നമ്മളോടൊപ്പം ജാബിർ മാഷ് ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവത്തിന് ഇവിടെ വരുന്നത്. അത് നമ്മുടെ ഗുരുദാനന്മാരെ പോലെ കരുതി നമ്മൾ ബഷീർ മാഷ്, അനീസ് മാഷ്, അതുപോലെ തസ്ലീം മാഷ് എല്ലാവരോടും ആദ്യമായിട്ടാണ് ഞാൻ ജഡ്ജായിട്ട് ഇവിടെ കാസർഗോഡ് വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറയാനുള്ളത് ഞാൻ ഇന്നലെ കവാലിക്കൊക്കെ ഇരുന്നിരുന്നു. ഇപ്പോൾ മാപ്പിളപ്പാട്ടിനിരുന്നു. ഞാൻ കണ്ടത്, ഞാൻ ഒരു ട്രെയിനറാണ് മാപ്പിളപ്പാട്ടിന്റെ. സ്കൂൾ ട്രെയിൻ ചെയ്യാണ് മാപ്പിളപ്പാട്ട്. പക്ഷേ അവിടേക്കാളും കാണുന്നത് ഇവിടെ